Glory to God. Hallelujah. Hallelujah. Glory to God. Hallelujah. നല്ലൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി. ആമേൻ. നാം ആരും എഴുന്നേറ്റതല്ല, കർത്താവ് നമ്മൾ എഴുന്നേൽപ്പിച്ചതാ. ഹല്ലേലൂയ. കർത്താവ് നമ്മൾ എഴുന്നേൽപ്പിച്ചതായതുകൊണ്ട് ഒരു സന്ദേശം ആ എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, there is a time for every purpose under heaven. ആമേൻ. ആകാശത്തിന് കീഴെ സകല കാര്യത്തിനും ഒരു സമയം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ദൈവം താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ ദൈവം നമുക്ക് എന്താ തന്നേ? സമയം. അതിൻ്റെ അർത്ഥം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യം തീർന്നിട്ടില്ല. നമ്മളെക്കൊണ്ടുള്ള ദൈവത്തിൻ്റെ കാര്യം ഇതുവരെയും തീർന്നിട്ടില്ല. ഈ സന്ദേശം കൊണ്ട് വേണം എഴുന്നേക്കാൻ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്, മറ്റേ രീതിയിൽ പറഞ്ഞാൽ ദൈവേഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൊത്തം സന്തോഷമാണ്. കാരണം ദർ ഇസ് നോ ടെൻഷൻ. എന്നെ നിർത്തിയിരിക്കണത് ആരാ? ഞാനല്ല. എന്നെ നിർത്തിയിരിക്കുന്ന ദൈവമാ. എനിക്ക് ശക്തി തരുന്നത് ആരാ? ഞാനല്ല, എൻ്റെ ദൈവമാ. ഗ്ലോറി. എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ തരുന്നത് ആരാ? എൻ്റെ ദൈവമാ. ആ ശ്വസിച്ച് വലിച്ചു കയറ്റാനുള്ള മൂക്ക് തന്നത് ആരാ? ദൈവമാ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാനില്ല. ഗ്ലോറി. കാരണം എന്നെ നിർത്തിയ ദൈവം ഉറങ്ങുകയുമില്ല, മയങ്ങുകയുമില്ല. തൻ്റെ കാര്യം സാധിക്കുന്നത് വരെ ദൈവം പിൻവാങ്ങത്തൂല. ഗ്ലോറി. ഹല്ലേലൂയ. വാട്ട് എ ഗ്ലോറിയസ് ഡാഡ് വി ഹാവ്. എത്ര നല്ലവനായ മഹത്വമുള്ള പിതാവാ നമുക്കുള്ളേ. ഹല്ലേലൂയ. ആ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ നമ്മൾ അഗ്രസ്ഡാ. താഴേക്ക് നോക്കിയാൽ നമ്മൾ ഡിപ്രസ്സാണ്. ചുറ്റുപാട് നോക്കിയാൽ നമ്മൾ ഒപ്രസ്സാണ്. ഗ്ലോറി. താഴേക്ക് നോക്കിയാൽ തളരും, ചുറ്റും നോക്കിയാൽ ഞെരുങ്ങും, മുകളിലേക്ക് നോക്കിയാൽ വളരും. ഗ്ലോറി. നമ്മൾ തീരുമാനിച്ചോളാം എങ്ങോട്ട് നോക്കണമെന്ന്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ഗ്ലോറി. ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു. Seeing the unseen is faith. കാണാത്തതിനെ കാണുന്നതാണ് വിശ്വാസം. ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിലെ മോശയെക്കുറിച്ച് പറയുകയാണ്, അവൻ കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. പക്ഷെ പുതിയ നിയമത്തിൽ ഫെയ്ത്ത് പോലും വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ ഫെയ്ത്ത് പഴയ നിയമത്തിലെ ഫെയ്ത്തുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ അതെന്താ അങ്ങനെ വ്യത്യാസം വരുന്നേ? നമ്മളുടെ മലയാളം ബൈബിൾ നോക്കി ഒന്നും പിടുത്തം കിട്ടില്ല. അതിൻ്റെ ട്രാൻസ്ലേഷൻ വല്ലാത്ത പോരായ്മയുള്ള ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിലേക്ക് നോക്കിയാൽ നമുക്ക് ഫെയ്ത്തിൻ്റെ ഡെഫിനേഷൻ അറിയാം അല്ലേ? എബ്രായ ലേഖനം 11 അധ്യായം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വേർഡുണ്ട്. മലയാളത്തിലെ വിശ്വാസം എന്നതോന്നാ, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. നൗ, ഇപ്പോഴത്തെ വിശ്വാസമോ. നൗ ഫെയ്ത്ത് ഈസ്, ഇപ്പോൾ വിശ്വാസം എന്നതോ. എന്തിനീ നൗ അടിച്ച് ചേർത്ത്? മലയാളം എടുത്ത് കളഞ്ഞു. മലയാളം വിചാരിച്ച് ഇതൊക്കെ ചുമ്മാ അവർ ആവശ്യമില്ലാണ്ട് നൗവൊക്കെ എടുത്തിട്ടേക്കുക, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് എടുത്ത് കളഞ്ഞിട്ട് അവർക്ക് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി തന്നെ. മനുഷ്യൻ്റെ ചിന്തയും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യമില്ലോ, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. അങ്ങനെയല്ല, അവിടെ എഴുതിയിട്ടുണ്ട് നൗ ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് of things and also at the same time the evidence of things. Substance and evidence രണ്ടിനും പ്രത്യേകതയുണ്ട്. ഗ്ലോറി. ഹല്ലേലൂയ. മുമ്പ് ഭൂമിയിൽ ജീവിച്ച് ഭൂമിയിലെ കാര്യം പ്രത്യാശിക്കുന്നു, ദൈവം നടത്തി തരുമെന്ന്. ഇന്ന് അങ്ങനെയല്ല. അന്ന് കാണാത്ത മണ്ഡലത്തിൽ ജീവിക്കുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ പോയി ഫെയ്ത്തിൻ്റെ മണ്ഡലത്തിൽ ജീവിക്കുക. സംഭവം മാറി. ഹല്ലേലൂയ. നേരത്തെ കാണുന്ന മണ്ഡലത്തിൽ ജീവിച്ച് കാണാത്ത മണ്ഡലത്തിൽ നിന്ന് പ്രത്യാശിക്കുന്നു.
ഗ്ലോറി, ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ അല്ല. നേരത്തെ കാണുന്ന ഭൂമിയിൽ ജീവിച്ച് കാണാത്ത ദൈവരാജ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സംഭവം മാറി. ഇന്ന് കാണാത്ത ദൈവരാജ്യത്തിൽ ജീവിക്കുന്നു. നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല അല്ലേ? ഇന്നലത്തെ ക്ലാസ്സും കൂടി പിടിച്ചാലേ ഇത് എത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇംഗ്ലീഷ് ബൈബിൾ വളരെ ക്ലിയറായിട്ട് പ്രൊജക്ടർ കൂടി ഓൺ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നൗ ഫെയ്ത്ത് ഈസ്. ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. തലം മാറിപ്പോയി. നമ്മൾ തലം മാറി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ ആ യൂറോപ്പിലെ ദൈവദാസൻ ചോദിച്ചൊരു ചോദ്യം? മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ ജീവിക്കുമെന്ന് എന്താ ഉറപ്പ്? കാരണം ഈ ദൈവദാസന്മാർക്ക് ഇത് അറിഞ്ഞുകൂടാ. ആ തലത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. ആത്മാവ് പറയുന്ന ചെവിയുള്ള കേട്ടാലേ ആ തലത്തിലേക്ക് പോകാൻ പറ്റൂ. ഇന്ന് നാം മരിച്ചതിന് ശേഷമല്ല ദൈവരാജ്യത്തിൽ ജീവിക്കാൻ പോണേ, നാം ജനിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കാം. ഗ്ലോറി. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ ഭൂമിയിൽ ജീവിച്ചേ? ഇതുപോലെ നാം വീണ്ടും ജനിച്ചില്ലേ? അതെവിടെയാ? സ്വർഗരാജ്യത്തിൽ. കാണാത്ത മണ്ഡലത്തിൽ നാം വീണ്ടും ജനിച്ചു. ഇനി അത് നമുക്ക് ഉറപ്പായി. ഇറ്റ്സ് എ എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ. ഉറപ്പായി. ഇപ്പൊ ഞാൻ ആ ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിച്ചിരിക്കുകയാ. ഇനി എൻ്റെ വിശ്വാസം തുടങ്ങണം അവിടെ നിന്നാ. ഗ്ലോറി. അത് ഭൂമിയിൽ നിന്നല്ല ഇനി ആരംഭിക്കണേ. ഇനി ഞാൻ ആരംഭിക്കുന്നത് ഉയരത്തിൽ നിന്നാ എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. നമുക്ക് മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് ചിന്തിക്കാം. ഗ്ലോറി. ദിസ് ഈസ് ടുഡേയ്സ് മൈ ഡെയിലി ബ്രെഡ്. ഹല്ലേലൂയ. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോരുമ്പോൾ ഇതാ വണ്ടിയിലിരുന്നുകൊണ്ട് ഇതിൻ്റെ ആത്മാവ് പറഞ്ഞു തരാം. ഞാൻ ഇവിടെ ഇരുന്ന് അത് എൻ്റെ ലാപ്ടോപ്പിലേക്ക് കയറ്റിയിട്ടെ. ദിസ് ഈസ് ടുഡേയ്സ് ഡെയിലി ബ്രെഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും തരും, കുത്തി നിറച്ച് തരും അപ്പച്ചൻ. പക്ഷെ നമ്മളവിടെ ജീവിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അവിടെ ജീവിക്കാൻ നമ്മൾ തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ ഒരു ഹെൽപ്പ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഭൂമിയിൽ വളരെ വിരളമാണ്. മറ്റൊരു സന്ദേശങ്ങൾ നമുക്ക് ഇവിടുത്തെ കിട്ടും, പക്ഷെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കിട്ടുക വിരളമാണ്. നിങ്ങളതിന് ചെയ്യേണ്ടത്, ഇന്ന് നമ്മുടെ ക്ലാസ് തീരും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കയറാൻ അറിയാമെങ്കിൽ യൂട്യൂബിൽ കയറുക. യൂട്യൂബിൽ കയറി SVJ മെസ്സേജസ് അടിച്ചു കൊടുക്കുക. SVJ. എസ് ഷാജിക്ക്, എസ്. വി എന്ന് വെച്ചാൽ വെമ്പനാട്ട്, ജെ എന്ന് വെച്ചാൽ ജോസഫ്. SVJ. മറ്റൊരു ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ്, സന്ദേശങ്ങൾ, SVJ മെസ്സേജസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. എസ്പെഷ്യലി ദൈവദാസന്മാരെ പഠിപ്പിക്കുന്ന ഷാർജ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിലെ സന്ദേശങ്ങൾ അതിലുണ്ട്. ദൈവദാസന്മാരുടെ ട്രെയിനിങ് ആണത്. അപ്പോൾ എനിക്കൊരു കർത്താവ് ഒരു ബൈബിൾ സ്കൂൾ വന്നിട്ടുണ്ട് ഷാർജയിൽ. അവിടുത്തെ ട്രെയിനിങ്ങും കൂടി അതിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഹീലിംഗ് പ്രാക്ടീസ്. ഇന്നലെ പലരും എന്നോട് ഒന്ന് ചോദിച്ചു, ഹീലിംഗ് പ്രാക്ടീസ് ഇവിടെ നടത്തുമോ? ഞാൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എങ്ങനെ ഗൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് നടക്കും. പിന്നെ കോട്ടയത്ത് നടക്കുമോ? സാധാരണ കോട്ടയത്ത് എല്ലാ മാസം നടക്കാറുണ്ടത്. ഗ്ലോറി. അപ്പോൾ ഹീലിംഗ് പ്രാക്ടീസിൻ്റെ ട്രെയിനിങ് യൂട്യൂബിലുണ്ട്. ദേവദാസന്മാർക്ക് വേണ്ടിയുള്ളതാണ്, സാധാ വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ കയറി മനസ്സിലാക്കാം. ഡീറ്റെയിൽ ക്ലാസ്സുകളില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ പ്രാക്ടിക്കലി വ്യക്തികൾ മുന്നോട്ടേക്ക് വന്ന് ഇതാ അവർ തന്നെ മറ്റു രോഗമുള്ള വ്യക്തികളുടെ മേലെ കൈവച്ച് അവിടെ വെച്ച് സൗഖ്യമാക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഗ്ലോറി. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡുണ്ട്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ഇതാ പുസ്തകങ്ങൾ കിട്ടും. കർത്താവ് എന്നിലൂടെ പ്രസംഗിച്ച ചിന്തകൾ പുസ്തകങ്ങളായത് പുസ്തകങ്ങൾ കിട്ടും. പുറകിൽ എനിക്ക് തോന്നുന്ന 4 ടൈപ്പ് പുസ്തകങ്ങളുണ്ട്. 1, 2, 3, 4 4 ടൈപ്പ്. 5ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിലൂടെ ചിത്രങ്ങളടക്കം പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ചിത്രങ്ങൾ, ആത്മലോകത്തിലെ കാര്യങ്ങൾ ചിത്രങ്ങളിലൂടെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. കാരണം സ്പിരിറ്റിനെയും കാണാൻ പറ്റില്ല, സോളിനെയും കാണാൻ പറ്റില്ല. അപ്പോൾ ചിത്രങ്ങളിലൂടെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമ്മുടെ അകത്തേക്ക് അത് മനസ്സിലാക്കും. ഇത്
ബിബ്ലിക്കൽ അല്ലാത്ത രീതിയല്ല. ഈവൻ യോഹന്നാന് കർത്താവ് എല്ലാം ചിത്രങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു വെളിപ്പാട് പുസ്തകം. ഗ്ലോറി. അല്ല, കാരണം ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പലരും തുമ്പും തുറുപ്പും കിട്ടാൻ നോക്കിയിരിക്കുക എവിടെ ഇത് ബിബ്ലിക്കൽ അല്ലെന്ന് കാണാൻ പിടിക്കാനായിട്ട്. ഗ്ലോറി. അങ്ങനെ ഒരാൾക്ക് അകത്ത് ചിന്ത കയറി അത് മറ്റുള്ളവരെല്ലാം കറപ്റ്റാക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കർത്താവ് നമ്മൾ പറഞ്ഞതോ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. എല്ലാ സംഭവം ഈ ബൈബിളിൽ എഴുതിയിട്ടില്ല. കർത്താവിൻ്റെ വചനം പറയും ഇതെല്ലാം എഴുതണമെങ്കിൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ പോലും തികയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബൈബിളിൽ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ? നിത്യദൈവരായത്തിലേക്ക് അല്ലേ? അതാണ് ഫലം. ദൈവത്തിലേക്ക് വേണം. ആ ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞോളണം. പ്രവൃത്തികളെ തിരിച്ചറിയണം. ഫലം നോക്കി ഇതാ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ബെരോവയിലുള്ളവരെ പോലെ, ബെരോവയിലുള്ളവർ തെസ്സലോനിക്കക്കാരൊക്കെ ഉത്തമന്മാരായിരുന്നു. അവരെന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെയോന്ന് വചനം നോക്കി. പക്ഷെ അവർ ഏത് പ്രസംഗമാണ് കേട്ടെ? അവരോട് യഹൂദന്മാരോട് പറഞ്ഞത് ഈ യേശു തന്നെ ക്രിസ്തു. ഗ്ലോറി. അല്ല, ഈ യേശു തന്നെ ക്രിസ്തു എന്ന് അവർ ചെക്ക് ചെയ്ത് പുസ്തകം മുഴുവൻ നോക്കിയേ. പക്ഷെ ദൈവരായത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ, ഈ പുസ്തകത്തിൽ നോക്കിയാൽ പിടിക്കാൻ പറ്റൂല. ഗ്ലോറി. ദൈവരാജ്യത്തിലേക്ക് കയറുമ്പോൾ ഈ പുസ്തകം നോക്കിയാൽ പിടിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറക്ഷൻ, ലക്ഷ്യം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കുള്ള വഴിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയണം. ഇതാ കർത്താവ് യേശു പറഞ്ഞേ, ഈ ഫലം കുഞ്ഞെ എന്നെയും നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്? അത് ലോകത്തിൽ തന്നെ നിർത്തുകയാണോ? നമ്മൾ ഇമോഷൻ ഉയർത്തി നമ്മൾ നിർത്തുകയാണോ? അപകടമാണ്. എന്നാൽ നമ്മൾ ദൈവഹൃദയത്തിലേക്ക് നടത്തുകയാണോ? ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എത്രത്തോളം